ചോദ്യം: പിരിച്ചെടുത്ത കാശുകൊണ്ട് സമൂഹ നോമ്പുതുറ നടത്തി. ബാക്കി കാശുകൊണ്ട് മറ്റു കാരുണ്യ പ്രവർത്തനം നടത്താമോ? ഉത്തരം: നടത്താവതല്ല. നോമ്പുതുറക്ക് വേണ്ടി ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്താൽ അത് വകമാറി ചെലവഴിക്കാൻ പാടില്ല, ഹറാമാണ്. അത് ഇനി നോമ്പ് വരുമ്പോൾ നോമ്പുതുറക്ക് ഉപയോഗിക്കാം. ഈ മസ്അല തുഹ്ഫയിൽ നിന്നും മറ്റും ബോധ്യമാകും. ചോദ്യം: ഖബറിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ഏത് ഭാഗത്ത് നിൽക്കണം? ഉത്തരം: മയ്യത്തിന്റെ തലയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇരുകരങ്ങളെ കൊണ്ട് 3 പിടി മണ്ണ് ഖബറിലേക്ക് ഇടലാണ് സുന്നത്ത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത്. 3 പിടിയും തലയുടെ ഭാഗത്തേക്ക് ഇട്ടാൽ മതി. ചോദ്യം: സകാത്ത് വാങ്ങാൻ അർഹനായ മിസ്കീൻ ഗൾഫിലാണ്. തൻ്റെ ഭാര്യയും ചെറിയ മക്കളുമാണ് നാട്ടിലുള്ളത്. എന്നാൽ നാട്ടിലുള്ള ഭാര്യയുടെ കൈവശം തൻ്റെ ഭർത്താവിൻ്റെ ഫിത്ർ സകാത്ത് നൽകാമോ? ഉത്തരം: നൽകാവതല്ല. സകാത്തിൻ്റെ 2 നിബന്ധനകളിൽ ഒന്നാണ് അവകാശികൾക്ക് നൽകുക എന്നത്. അത് ഇവിടെ ഉണ്ടായിട്ടില്ല. കാരണം അവകാശി ഗൾഫിലാണ്. അവൻ്റെ സകാത്ത് ഭാര്യയ്ക്ക് നൽകിയാൽ സകാത്താവില്ല. പാവപ്പെട്ട കുടുംബമാണല്ലോ എന്നു കരുതി സകാത്തിൻ്റെ നിബന്ധന പാലിക്കാതെ നൽകുന്നത് സകാത്താവില്ല. വീട്ടുകാർക്ക് കൊടുത്താലും സകാത്ത് വീടുമെന്ന് കൊടുക്കുന്നവൻ ധരിച്ചിട്ടും കാര്യമില്ല, സകാത്ത് വീടുകയില്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ നൽകാറുണ്ടെന്ന വാദം അസ്ഥാനത്താണ്. മതനിയമങ്ങൾക്ക് എതിരായ നാട്ടാചാരം അംഗീകൃതമല്ല. നാട്ടിലെ ആ ഭാര്യയും ചെറിയ മക്കളും ഗൾഫിലുള്ള ഭർത്താവിൻ്റെ ചെലവുകൊണ്ട് മതിയായ നിലയിൽ ജീവിക്കുന്നവരായതിനാൽ ഭാര്യയും ആ മക്കളും സകാത്തിൻ്റെ അവകാശിയായ ഫക്കീറോ മിസ്കീനോ ആവുന്നുമില്ല. ഇനി ഗൾഫിലുള്ള ഭർത്താവിൽ നിന്ന് ചെലവ് മതിയായ നിലയിൽ കിട്ടാത്തവളാണ് ആ ഭാര്യയെങ്കിൽ അവകാശിയായ അവൾക്ക് സകാത്ത് നൽകാം. അവിടെ അവൾ അവകാശി എന്ന നിലയിലാണ് നൽകുന്നത്. ചോദ്യം: മറ്റൊരു നാട്ടിൽ നിന്ന് പെരുന്നാൾ ആഘോഷിച്ച് അവിടുന്ന് ഫിത്ർ സകാത്ത് നൽകി പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് 30-ാമത്തെ നോമ്പനുഷ്ഠിക്കുന്ന ഒരു നാട്ടിൽ എത്തിയാൽ നോമ്പുകാരനെ പോലെ നിൽക്കണോ? അതായത് ഇംസാക്ക് നിർബന്ധമാണോ? ഫിത്ർ സകാത്ത് വീണ്ടും കൊടുക്കണോ? ഉത്തരം: 30-ാമത്തെ നോമ്പനുഷ്ഠിക്കുന്നവരുടെ നാട്ടിലെത്തിയ അയാൾ പകലിലെ ബാക്കി സമയം ഇംസാക്ക്, അതായത് നോമ്പുകാരനെ പോലെ നിലകൊള്ളൽ നിർബന്ധമാണ്. ഫിത്ർ സകാത്ത് റമദാൻ 1 മുതൽ നൽകൽ അനുവദനീയമായ ഒന്നാണല്ലോ. അതിനാൽ അത് ഇനി വീണ്ടും കൊടുക്കേണ്ടതില്ല. എന്നാൽ ഈ ജനതയോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കണം. ചോദ്യം: യതീം കുട്ടിയുടെ ഫിത്ർ സകാത്ത് ആരാണ് നൽകേണ്ടത്? ഉത്തരം: യതീമിന് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്തിൽ നിന്ന് സംരക്ഷിക്കുന്നവൻ എടുത്തു കൊടുക്കണം. സമ്പത്തില്ലെങ്കിൽ യതീമിന് ചെലവ് നൽകൽ നിർബന്ധമായവർ സകാത്ത് നൽകണം. ആ നിലയിൽ ഉപ്പയുടെ ഉപ്പയുണ്ടെങ്കിൽ അയാൾക്കാണ് നിർബന്ധം.